ഏതാണ് പെർഫോമൻസ് കൂടുതലെന്ന് ചോദിച്ചാൽ ഏത് അർത്ഥത്തിനകത്ത് നമുക്ക് പറയുന്നത് ട്യൂറ്റിൻ്റെയാണ്. ട്യൂറ്റിൻ്റെ പെർഫോമൻസ് വെച്ചാൽ സോ ഗ്രേറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വെച്ചാൽ അന്നത്തെ കാലത്ത് അല്ല 2011, 12, 13 കാലഘട്ടങ്ങളിൽ ഇവൻ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസാണ്. കാരണം നമ്മൾ റോഡ് കിങ് ആണ്, അല്ലെങ്കിൽ ഡ്രാഗ് കിങ് എന്നാണ് വിളിച്ചിരുന്നത്. ഡ്രാഗ് കിങ് എന്ന് വിളിക്കാനുള്ള വിശേഷണത്തിൻ്റെ കാരണം വെച്ചാൽ 20 PHP പവറും 0 to 100 11 സംതിങ്ങിൽ ആക്സിലറേഷനും പിന്നെ ടോപ്പ് സ്പീഡ് 144 ബജാജ് ക്ലെയിം ചെയ്തത്. അത് ഇവനെ ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ ആക്കി. എന്നാൽ 144 വരെ ഞാൻ കയറ്റി നോക്കിയിട്ടില്ല. 135 വരെയൊക്കെ പുട്ടുപോലെ ഒരു സ്ലോയും ഇല്ലാതെ സാധനം കയറി പോകായിരുന്നു. അതായിരുന്നു ആ എഞ്ചിൻ്റെ പവർ. ആ എഞ്ചിൻ്റെ പവറിനെ മാറ്റി വയ്ക്കാനായിട്ട് വേറൊരു ബൈക്കും ആ സമയം ഈ സിനിയറിയിൽ ഇല്ലായിരുന്നു. എക്സെപ്റ്റ് ഈ 220Fനെ പൊട്ടിക്കാൻ പറ്റുന്ന ഒറ്റ ബൈക്കേ ഉള്ളതെന്ന് അതെനിക്ക് ഓർമ്മയുണ്ട്, CBR 250R. വേറൊരു ബൈക്കും ഇവൻ്റെ മുമ്പിൽ ഒന്നുമല്ലായിരുന്നു. ഈവൻ R15 വന്നു. R15